വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട യേശു പരീക്ഷകളെ ജയിച്ച് മടങ്ങി വന്നപ്പോൾ കേൾക്കുന്നത് തൻ്റെ ശുശ്രൂഷയ്ക്കായി പാതയൊരുക്കുവാൻ വന്ന യോഹന്നാൻ തടവിലാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതേ തുടർന്ന് കർത്താവ് ഗലീലയിലേക്ക് പോവുകയും പരസ്യ ശുശ്രൂഷയ്ക്ക് അവിടെ ആരംഭം കുറിക്കുകയും ചെയ്തു. അതിനായി നസറത്തിൽ നിന്ന് കഫർനഹൂമിലേക്ക് തൻ്റെ താമസം മാറ്റി. അവിടെ വെച്ചുള്ള കർത്താവിൻ്റെ ആദ്യ പ്രസംഗമാണ് മത്തായി 4:17. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മനസ്സന്തരപ്പെടുവിൻ, റിപ്പന്റ്, ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് നിയർ. സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. മീൻ പിടിക്കുന്ന വേലയിൽ നിന്ന് അവരെ മനുഷ്യരെ പിടിക്കുന്ന വേലയിലേക്ക് നിയോഗിച്ചു. തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അന്ത്യകൽപ്പനയാണ് മർക്കോസ് 16:15. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ. മത്തായി 10:7 കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. ശിഷ്യന്മാർ കർത്താവിൽ നിന്ന് പഠിക്കുകയും കർത്താവിൻ്റെ മാതൃക അനുകരിക്കുകയും ചെയ്തു. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്ന് തന്നെയാണ്. ദൈവം നിയന്ത്രിക്കുന്ന ജീവിതം ഉള്ളവരാണ് സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാർ. ഇന്ന് സ്വർഗരാജ്യം ഒരു ആത്മീക അനുഭവം ആണ്. റോമർ 14:17 പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ആകുന്നു. ഇന്ന് ആത്മീക അനുഭവമായിരിക്കുന്ന സ്വർഗരാജ്യം ആസന്നഭാവിയിൽ നമുക്ക് യാഥാർത്ഥ്യമായി തീരും. A.M. ഹണ്ടർ എന്ന വേദശാസ്ത്ര പണ്ഡിതൻ പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഉപദേശത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും സാരാംശം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്വർഗരാജ്യം എന്നായിരിക്കും. സ്വർഗരാജ്യം എന്താകുന്നു എന്ന് കർത്താവ് തൻ്റെ ജീവിത പ്രവർത്തനങ്ങളിൽ കൂടിയാണ് വെളിപ്പെടുത്തിയത്. ഗലീലയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് സൗമ്യതയുടെ ശങ്കുലി മുഴക്കിക്കൊണ്ടായിരുന്നു. പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. മത്തായി 5:5. പരീക്ഷകളെ ജയിച്ച് മടങ്ങി വന്ന കർത്താവ് ഹെരോദ രാജാവിനാൽ യോഹന്നാൻ തടവിലാക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട് യഹൂദയിൽ ശുശ്രൂഷ തുടരാതെ സൗമ്യനായി ഗലീലയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ശത്രുക്കൾ യേശുവിനെ പട്ടണത്തിൽ നിന്ന് തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചപ്പോൾ സൗമ്യനായി അവരുടെ നടുവിൽ കൂടി യേശു നടന്നു പോവുകയാണ് ചെയ്തത്. മരണസമയത്ത് പോലും ഈ ധീരമായ സൗമ്യത കർത്താവ് പ്രകടിപ്പിച്ചു. ദൈവിക ശുശ്രൂഷ ഒരിക്കലും ഏറ്റുമുട്ടലിൻ്റേതല്ല, അത് സൗമ്യതയുടെ പാതയാണ്. അതായത് സൗമ്യതയാണ് ദൈവരാജ്യത്തിൻ്റെ അന്തസ്സത്ത. ആധുനിക കാലഘട്ടത്തിൽ എല്ലാ മേഖലകളും സംഘർഷപൂരിതമാണ്. സൗമ്യതയെക്കുറിച്ച് പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്നവർ പോലും ഏറ്റുമുട്ടലിൻ്റെ പാതയാണ് സ്വീകരിക്കുന്നത്. ഒരപ്പത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും അംശികളായി അവയെ പങ്കുവെക്കുന്ന നമ്മിലും സൗമ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ സൗമ്യതയുടെ പാത സ്വീകരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ അന്തസ്സത്ത സൗമ്യതയാകുന്നു എന്ന് കാണിച്ചു തന്ന കർത്താവിനെ നമുക്കും പിന്തുടരാം. അങ്ങനെ സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗരാജ്യ പ്രവേശനത്തിന് നമ്മിലുണ്ടാകേണ്ട വേറൊരു അനുഭവമാണ് മാനസാന്തരം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന കർത്താവ് പറഞ്ഞത്. ഇന്നത്തെ അവസ്ഥയിൽ സൗമ്യതയുടെ പാതയിൽ നടന്നാലും നമുക്ക് സ്വർഗരാജ്യം ലഭിക്കില്ല. നിലവിലുള്ള നമ്മളുടെ അവസ്ഥ മാറണം. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുവാൻ കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ്റെ പ്രസംഗവും മാനസാന്തരത്തെക്കുറിച്ചായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്ന മത്തായി 3:9. യോഹന്നാൻ്റെ പ്രസംഗം പാപമോചനത്തിനായിട്ടുള്ള മാനസാന്തര സ്നാനമായിരുന്നു. ലൂക്കോസ് 3:3. സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ആത്മീക തലം മാനസാന്തരത്തിൽ കാണുവാൻ സാധിക്കും. മാനസാന്തരം ഒരു തുടർ പ്രക്രിയയാണ്. അത് നിരന്തരമായ ഒന്നാണ്. നിലവിലുള്ള നമ്മുടെ അവസ്ഥ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാകുന്നത് കൊണ്ട് നമ്മിൽ മാനസാന്തരം സംഭവിക്കണം. മാനസാന്തരം എന്നത്
പുതിയ ജനനം ആണ്. കർത്താവ് നിക്കോദെമോസിനോട് പറയുന്നത് പുതുതായി ജനിക്കാതെ സ്വർഗരാജ്യം കാണുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 3:3. പുതുതായി ജനിക്കാതെ, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴയതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് പുതിയ സൃഷ്ടിയാകാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. ഇന്ന് അനേകർ സ്വർഗരാജ്യ ദർശനത്തെ വികലമാക്കി സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നു. അനേകർ അതിന് പിന്നാലെയാണ് ഓടുന്നത്. എന്നാൽ യേശു കർത്താവ് വിഭാവന ചെയ്ത സ്വർഗരാജ്യ ദർശനത്തിൽ ഭൗതിക നന്മകൾ മാത്രമല്ല, ആത്മീക നന്മയുടെ പൂർണ്ണതയും ഉൾപ്പെട്ടിരിക്കുന്നു. ഈ പൂർണ്ണ അനുഭവത്തിന് നമ്മെ യോഗ്യരാക്കുന്നത് മാനസാന്തരം മാത്രമാണ്. കർത്താവേ, യേശുവിൽ വിളങ്ങിയ സൗമ്യതയെ അനുഭവമാക്കി മാനസാന്തര അനുഭവത്തിൽ കൂടി സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി എന്നെയും ചേർക്കണമേ. ആമേൻ.